പാലക്കാട്ട് ആരൊക്കെ ഉണ്ടായിരുന്നു കോൺഗ്രസിന്? എന്തേ അവരാരെയും പരിഗണിച്ചില്ല? കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ കുറിച്ച് ഇടതുപക്ഷക്കാര് വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു, വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. അല്ല, എവിടെ നിങ്ങൾ ജാർഖണ്ഡില്ല? ജാർഖണ്ഡിൽ ഇന്ത്യ മുന്നണി വിജയിച്ചു. ജാർഖണ്ഡ് ഇന്ത്യ മുന്നണി വിജയിച്ചു. ആര് വിജയിച്ചു? കോൺഗ്രസിനകത്ത് സീറ്റ്. അതിഥിക്ക് അനുകൂലമായി ഞങ്ങൾ വോട്ട് ചെയ്തു കേരളത്തിൽ. അത് ഞങ്ങളുടെ ഒരു ബലഹീനതയായിട്ട് കരുതരുത്. ഒരു മിനിറ്റ്, നിങ്ങൾ സത്യൻ മൊകേരിയെ കൈവിട്ടു. അല്ലേട്ടാ കേൾക്കൂ. അല്ല, നിങ്ങൾ സത്യൻ മൊകേരിയെ കൈവിട്ടു. നമസ്കാരം, വോട്ടേഴ്സ് ചോയ്സിലേക്ക് സ്വാഗതം. തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നിരിക്കുകയാണ്. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ 18,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മികച്ച വിജയം നേടിയിരിക്കുകയാണ്. ചേലക്കര ചുവന്ന് തന്നെ നിൽക്കുകയാണ്. UR പ്രദീപ് വിജയം നേടി 12,201 വോട്ടുകളുടെ ഭൂരിപക്ഷം. 4 ലക്ഷത്തിന് മുകളിലേക്ക് വയനാട്ടിലെ പ്രിയങ്ക ഗാന്ധി ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ തിരഞ്ഞെടുപ്പ് ഫലം ഓരോ മുന്നണികൾക്കും നൽകുന്ന കരുത്തെന്താണ്? അതിനോടൊപ്പം തന്നെ തോറ്റുപോയവർക്ക് എവിടെയാണ് പിഴച്ചത്? നമുക്ക് പരിശോധിക്കാം. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു കോൺഗ്രസ് നേതാവ്, തിരുവനന്തപുരം DCC ജനറൽ സെക്രട്ടറി ശ്രീ തേക്കട അനിൽകുമാർ. ഒപ്പം തന്നെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ആയൂർ ബിജുവും നമ്മോടൊപ്പം ചേരുകയാണ്. ഇരുവർക്കും നമസ്കാരം. വോട്ടേഴ്സ് ചോയ്സിലേക്ക് സ്വാഗതം. ആദ്യം പാലക്കാട് ഏറ്റവും ശക്തമായ മത്സരം നടന്ന, അൺപ്രഡിക്റ്റബിൾ എന്ന് ഏവരും വിലയിരുത്തിയ മണ്ഡലത്തിൽ പക്ഷേ വളരെ മികച്ച വിജയമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് ഈ നേട്ടത്തെ കാണുന്നത്? എത്രത്തോളം ഊർജ്ജമാണിത് പകരുന്നത്? കേരളത്തിൽ നടന്ന ലോക്സഭയിലേക്കുള്ള വയനാട് ഉപതെരഞ്ഞെടുപ്പും ചേലക്കരയിൽ നിന്നുള്ള നിയമസഭയിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ പാലക്കാടും, പക്ഷേ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായ ഒരു ഉപതെരഞ്ഞെടുപ്പ് പാലക്കാടാണ് നടന്നത്. ഒരുപക്ഷെ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ തലസ്ഥാനമായി കുറേ ദിവസത്തേക്ക് പാലക്കാട് മാറുകയായിരുന്നു. ഞങ്ങൾക്ക് UDF നന്നായിട്ടറിയാം, പാലക്കാട് വളരെ വ്യക്തമായി UDF വിജയിക്കുമെന്നും, പക്ഷേ അതിനെ എങ്ങനെയൊക്കെ രാഷ്ട്രീയ വിവാദങ്ങൾ ഉയർത്തി അവിടെ ജനങ്ങളുടെ ഇടയിൽ പുകമറ സൃഷ്ടിച്ച് വിജയിക്കുന്നതിന് വേണ്ടിയുള്ള LDFൻ്റെയും അതുപോലെ തന്നെ BJPയുടെയും ഒരു സംയുക്തമായ നീക്കത്തെയാണ് പ്രബുദ്ധമായ വളരെയധികം സംസ്കാര സമ്പന്നമായ പാലക്കാട്ടെ ജനവിഭാഗങ്ങൾ തകർത്തെറിഞ്ഞത്. തെരഞ്ഞെടുപ്പ് തുടങ്ങിയത് മുതൽ വിവാദങ്ങൾ മാത്രമായിരുന്നു. ആ വിവാദങ്ങൾ ഏതെല്ലാം തരത്തിൽ പ്രതിഫലിപ്പിക്കും? ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലമായി ഇവിടെ LDF BJP ബാന്ധവം എന്ന് നമ്മൾ ആരോപിക്കുന്നുണ്ടെങ്കിലും അതിനുവേണ്ടി വളരെ വ്യക്തമായ ഒരു ഉദാഹരണമാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ രംഗത്ത് നമുക്ക് ദർശിക്കാൻ സാധിച്ചത്. പ്രത്യേകിച്ച് അർദ്ധരാത്രി സൂര്യൻ ഉദിച്ചാൽ പലതും നമ്മൾ നേരിട്ട് കാണുമെന്ന് പറയുന്നത് പോലെ ട്രോളി വിവാദം, വെറുതെ ഒരു സൃഷ്ടിച്ച ട്രോളി വിവാദം കോൺഗ്രസിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ, ഒരുപക്ഷെ കൊടകര കുഴൽപ്പണക്കേസ്, കാസർഗോഡ് കള്ളപ്പണക്കേസ്, അതുപോലെ തന്നെ CPM ഉയർത്തിവിട്ട ഈ പൂരം പോലെയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ജനശ്രദ്ധ തിരിക്കാൻ UDFനെയും കോൺഗ്രസിനെയും ഒക്കെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ആർക്ക് മനസ്സിലാകുന്ന ഒരു തരത്തിലുള്ള ഒരു ട്രോളി വിവാദം, അതൊക്കെ കോൺഗ്രസ്സിന് ഒരുപക്ഷെ വളരെ പോസിറ്റീവായി മാറുന്ന ഒരു കാഴ്ചയായിരുന്നു. ഏറ്റവും ഒടുവിൽ നമുക്കെല്ലാവർക്കും അറിയാം, കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട സന്ദീപ് വാര്യരുടെ UDF കോൺഗ്രസ് പ്രവേശനം. ആ കോൺഗ്രസ് പ്രവേശനത്തെ വളരെ മോശമായി അത് വക്രീകരിച്ചുകൊണ്ട്, അതിന് ഏത് തെരഞ്ഞെടുപ്പ് സമയത്ത് എന്ത് വൃത്തികേടും കാണിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തും, അതിന് ഞങ്ങൾ എന്ത് ഹീനമാർഗങ്ങളും സ്വീകരിക്കും, അത് ഇന്ന് CPMൻ്റെ നേതാവ് ഒരു മുൻ MP കൂടിയായ NN കൃഷ്ണദാസ് തുറന്നു പറഞ്ഞു. അതൊക്കെ ഞങ്ങളുടെ തന്ത്രമായിരുന്നു. ഒരു ഉളുപ്പുമില്ലാതെ തെരഞ്ഞെടുപ്പിൽ വർഗീയതയെയും മതത്തെയും ഉപയോഗിക്കാൻ എല്ലാ കാലത്തും CPM ശ്രമിച്ചിട്ടുണ്ടെങ്കിലും, പക്ഷേ ഇത്തവണ ഇത്രയും പച്ചയായി ഒരു ഉളുപ്പുമില്ലാതെ അത് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് അവർ കൊണ്ടുവന്നത് പാലക്കാട് കണ്ടതാണ്. അതിന് കിട്ടിയ അതിശക്തമായ തിരിച്ചടിയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുണ്ടായത്. നമ്മൾ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്താൽ പാലക്കാട് നടന്ന ഒരു മത്സരം, മെട്രോമാൻ ശ്രീ E. ശ്രീധരനെ സ്ഥാനാർത്ഥിയാക്കി അവർ നടത്തിയ BJP നടത്തിയ ഒരു വലിയ മുന്നേറ്റം ഉണ്ടായിരുന്നു. അന്ന് UDFന് ഏകദേശം 4,000-നകത്ത് വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമാണ് അവിടെ നേടിയെടുക്കാൻ സാധിച്ചത് എങ്കിൽ, ഇത്തവണ പിണറായി വിജയൻ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള അതിശക്തമായ ജനവികാരം കൂടി കണക്കിലെടുത്ത് അതിൻ്റെ 4 ഇരട്ടിയിലേറെ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയ ജ്യോത്സ്യന്മാരുടെയും മറ്റ് BJPക്കാരുടെയും എല്ലാ പ്രവചനങ്ങളും തെറ്റിച്ചുകൊണ്ട് അവിടെ ഉജ്ജ്വലമായ ഒരു വിജയമാണ്. ഈ മാത്രവുമല്ല, രണ്ടാം പിണറായി ഗവൺമെൻറ് കാലത്ത് കേരളത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളെ ഒന്ന് വിശകലനം ചെയ്താൽ, തൃക്കാക്കര തെരഞ്ഞെടുപ്പ് അത് കോൺഗ്രസിൻ്റെ ഒരു സിറ്റിംഗ് സീറ്റാണ്, പക്ഷേ തൃക്കാക്കരയിൽ ശ്രീ PT തോമസ് വിജയിച്ചതിൻ്റെ ഇരട്ടിയിലേറെ ഭൂരിപക്ഷത്തിൽ ഉമാ തോമസിന് വിജയിക്കാൻ സാധിച്ചു.
പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി സാർ വിജയിച്ചതിൻ്റെ 4 ഇരട്ടി ഭൂരിപക്ഷത്തോടെ പുതുപ്പള്ളിയിൽ ചാണ്ടിയുമ്മന് വിജയിക്കാൻ സാധിച്ചു. ഇവിടെ ഷാഫി പറമ്പിലിൻ്റെ സിറ്റിംഗ് സീറ്റിൽ ഷാഫി പറമ്പ് വടകര MP ആയി പോയ സീറ്റിൽ അന്ന് ഷാഫി പറമ്പിൽ നേടിയതിനേക്കാൾ ഏകദേശം 4 ഇരട്ടിയിലേറെ ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് നിയമസഭയിലേക്ക് പോകാൻ സാധിച്ചു. ചേലക്കര കാണേണ്ട ഏകദേശം 39,000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ശ്രീ കെ രാധാകൃഷ്ണൻ കഴിഞ്ഞ 2021 അവിടെ നിന്ന് നിയമസഭയിലേക്ക് ജയിച്ചത്. അതിൽ നിന്ന് 20,000 വോട്ടിൻ്റെ കുറവ് അവരുടെ ഭൂരിപക്ഷം ഏകദേശം 1/3 കുറയ്ക്കാൻ തീർച്ചയായിട്ടും കേരളത്തിലെ പിണറായി വിജയന്റെ ഭരണത്തിനെതിരായിട്ടുള്ള അതിശക്തമായ ഒരു ജനവികാരം പ്രകടിപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിന്റെ ഫലമാണ് ഇന്ന് ഉണ്ടായത്. ശ്രീ ആയൂർ ബിജു, ഇപ്പോൾ ഇടതുപക്ഷത്തിന് അഭിമാനിക്കാനൊന്നുമില്ല. ഭരണത്തിനെതിരായ ജനവികാരമാണ് പാലക്കാട് നിഴലിച്ചത്. ചേലക്കരയിൽ ഭൂരിപക്ഷം വലിയ രീതിയിൽ കുറഞ്ഞു. 39,000-ൽ നിന്നും 12,201-ലേക്ക് കുറഞ്ഞിരിക്കുകയാണ്. വയനാട് ചിത്രത്തിൽ പോലുമില്ല. നോക്കൂ, ഞങ്ങളെ സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് താങ്കൾ പറഞ്ഞൊരു വാദത്തെ ഞാനങ്ങ് ആദ്യമേ അങ്ങ് എതിർക്കുകയാണ്. അഭിമാനിക്കാൻ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ചേലക്കര നിയോജക മണ്ഡലത്തിൽ ഞങ്ങൾ വിജയിച്ചില്ലേ? അവിടെ വോട്ടിൻ്റെ നിലവാരത്തിൽ വ്യത്യാസമുണ്ടെങ്കിൽ പോലും ഞങ്ങൾ വിജയിച്ചില്ലേ? അവിടെ ഞങ്ങൾ വിജയിക്കാതിരുന്നുവെങ്കിൽ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ ശരിയാണ്, ഭരണവിരുദ്ധ വികാരമുണ്ട്, പിണറായി ഗവൺമെൻറ്റിൻ്റെ നിലപാടുകൾക്ക് എതിരാണ്, ജനങ്ങൾ എതിരാണ് എന്ന് പറയും. പക്ഷേ ചേലക്കരയിൽ ഞങ്ങൾ വിജയിച്ചില്ലേ? ഇനി നിങ്ങൾ ഈ പറയുന്ന വിജയത്തിന്റെ മാറ്റ് കുറയ്ക്കുന്നതായി പറയുന്നത് ഒരു കണക്കാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ രാധാകൃഷ്ണൻ വിജയിച്ചത് 39,000. അല്ല, രണ്ട് സ്ഥാനാർത്ഥികളാണ്. നിങ്ങൾ ആലോചിക്കണം. ഞാൻ ചോദിക്കട്ടെ, രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചപ്പോൾ കിട്ടിയ വോട്ട് പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടിയിട്ടുണ്ടോ? ഒന്ന് വിശകലനം ചെയ്യൂ. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറഞ്ഞത് UR പ്രദീപ് വളരെ മികച്ച സ്ഥാനാർത്ഥിയാണെന്ന്. അതെ, ഞങ്ങൾ മികച്ച സ്ഥാനാർത്ഥികളെ മാത്രമേ, സരിനെ പോലും ഞങ്ങൾ പറയുന്നു മികച്ച സ്ഥാനാർത്ഥികളാണെന്ന്. അതുകൊണ്ട് പക്ഷേ അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ പാലക്കാട് തലേ ദിവസം വരെ പിണറായി വിജയനെ ശക്തമായി ആക്രമിച്ച, അദ്ദേഹത്തെ വലിച്ചു കീറി എന്ന് നമുക്ക് വേണമെങ്കിൽ ഈ ഭാഷയിൽ പറയുന്ന ഒരു നേതാവ് സരിൻ ഒരു സുപ്രഭാതത്തിൽ അവരുടെ പാർട്ടി വിട്ട് വരികയാണ്. അദ്ദേഹത്തെ തന്നെ പിടിച്ച് അങ്ങ് സ്ഥാനാർത്ഥിയാക്കുന്നു. ഞാൻ താങ്കളൊരു കാര്യം ചോദിക്കട്ടെ, ജ്യോതിരാദിത്യ സിന്ധ്യ ഉൾപ്പെടെ കോൺഗ്രസിൽ നിന്ന് പോയ നേതാക്കന്മാരെ BJP സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ എന്തേ ഇതൊന്നും നിങ്ങളാരും ചോദിക്കാഞ്ഞത്? പക്ഷേ AK ആന്റണിയുടെ മകൻ നോക്കൂ, കോൺഗ്രസ് വളവും വിത്തും നൽകി വളരെ നീണ്ട കാലഘട്ടം ഇങ്ങനെ താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ താങ്കൾ ചോദിച്ചതിന് മറുപടിയാണ് വന്നത്. ഈ പറയുന്ന നേതാക്കന്മാര് ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകരും പ്രാദേശിക നേതാക്കളും തന്നെയാണ് സരിനെതിരെ പ്രത്യക്ഷമായി രംഗത്ത്. ഒരിക്കലുമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനമെടുത്താൽ ആ തീരുമാനത്തോടൊപ്പം നിൽക്കുകയാണ് അവരൊക്കെയും. ആരാണ് വലിയ രീതിയിൽ കഷ്ടപ്പെട്ടു? അല്ലയോ, ആരാണ് ഞങ്ങൾ ഇടതുപക്ഷ നിലപാടിനെതിരെ പ്രത്യക്ഷമായി രംഗത്ത് വന്നത്? അവിടെ ഒരു നേതാവ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പാർട്ടി വിടുകയാണ്, അല്ലെങ്കിൽ ഞാൻ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തെ പോയി അനുനയിപ്പിക്കേണ്ടി വന്നു. അല്ല, അങ്ങനെ ആ സംഭവം റിപ്പോർട്ട് ചെയ്തതിന്റെ മാധ്യമങ്ങൾ വളരെ ശക്തമായി ക്രൂശിക്കപ്പെട്ടു. ഞാൻ അംഗീകരിക്കുന്നു. കോൺഗ്രസിന്റെ എത്രയോ നേതാക്കന്മാർ, സരിൻ ഉൾപ്പെടെ അവിടുന്ന് രാഷ്ട്രീയം വിട്ടില്ലേ? യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവ്, പേരെനിക്ക് ഓർമ്മയില്ല, അയാളവിടുന്ന് പാർട്ടി വിട്ടു പോയില്ലേ? അവിടുത്തെ ഒരു പഞ്ചായത്ത് മെമ്പർ. അല്ല, ഞാൻ ചോദിച്ചത് ഇത്രയേ ഉള്ളൂ. തലേ ദിവസം വരെ കോൺഗ്രസ് ക്യാമ്പിലുണ്ടായിരുന്ന ആളെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കേണ്ട അത്രയും ദാരിദ്ര്യം LDF-നുണ്ടോ? അതിലേക്ക് ഞാൻ വരാം. CPM നേതാക്കളില്ലേ പാലക്കാട് മത്സരിക്കാൻ? ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ പാലക്കാട് മത്സരിക്കാൻ കോൺഗ്രസിന് നേതാക്കന്മാരില്ലായിരുന്നു? എടാ, ആ കൊല്ലത്തിന്റെ ബോർഡറാണ് അടൂര്, കൊല്ലത്ത് കിടക്കുന്ന ഈ പറയുന്ന രാഹുൽ മാത്രമേ ഉള്ളൂ അവിടെ മത്സരിക്കാൻ. ജനങ്ങൾ അംഗീകരിച്ചു. ചേട്ടാ, ഞാൻ സമ്മതിച്ചു. പക്ഷേ കൊല്ലത്തിന്റെ ബോർഡറിൽ കിടക്കുന്ന ഒരു രാഹുൽ മാത്രമേ ഉള്ളൂ പാലക്കാട്ട് മത്സരിക്കാൻ. കോൺഗ്രസിന് ഇത്രയും ദാരിദ്ര്യമുണ്ടോ? നേതാക്കന്മാർ ദാരിദ്ര്യവാസമുണ്ടോ? പാലക്കാട്ട് ആരൊക്കെ ഉണ്ടായിരുന്നു കോൺഗ്രസിന്? എന്തേ അവരാരെയും പരിഗണിച്ചില്ല? കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ കുറിച്ച് ഇടതുപക്ഷക്കാര് വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു, അല്ല, ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ കുറിച്ചും നിങ്ങൾ വ്യാകുലപ്പെടേണ്ടതില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, കാരണം ഇടതുപക്ഷത്തിനും CPM-നും രാഹുലിന് 18,000 കിട്ടി. രാഹുലിന് 18,000 വോട്ട് കിട്ടി. അത് അദ്ദേഹത്തിന്റെ യോഗം എന്ന് മാത്രം കരുതിയാൽ മതി. ഞാൻ ചോദിക്കട്ടെ, ജനങ്ങളുടെ അംഗീകാരം. ഇനി സിന്ധ്യ, ജിതിൻ പ്രസാദ, അനിൽ ആന്റണി, ഹാർദിക് പട്ടേൽ,
മിലിന്ദ് ദേവറ തുടങ്ങി കോൺഗ്രസിന്റെ എത്രയോ നേതാക്കന്മാർ പോയി BJP ആയിട്ട് മത്സരിച്ച് അന്നൊന്നും എൻ്റെ തേക്കട അനിൽകുമാർ ഏട്ടന് ഈ വിഷയം പ്രയാസമൊന്നും എനിക്ക് യാതൊരു വിഷമവുമില്ല. അല്ല, പക്ഷേ നിങ്ങൾക്ക് ആര് ഇത് കോൺഗ്രസ് പറ്റില്ലെന്നേ. വിട്ടുപോയാലും കോൺഗ്രസ് അനുദിനം ശക്തിപ്പെട്ടു വരുന്ന ഒരു എവിടെ- കാഴ്ചയാണ് എവിടെയാണ്? കേരളത്തിൽ കാണുന്നത്. അല്ലേട്ടാ ദാ എവിടെ നിങ്ങൾ ജാർഖണ്ഡില്ല അതോ ജാർഖണ്ഡിൽ ഇന്ത്യ മുന്നണി വിജയിച്ചു. ജാർഖണ്ഡ് ഇന്ത്യ മുന്നണി വിജയിച്ചു. ആര് വിജയിച്ചു? കോൺഗ്രസിനെടുത്ത സീറ്റ്. ഞാൻ ഇനി പോട്ടെ, മഹാരാഷ്ട്രയിൽ എന്ത് മഹാരാഷ്ട്രയിൽ സംഭവിച്ചു? പരാജയപ്പെട്ടു. ആ പരാജയം നിങ്ങൾ സമ്മതിക്കണം. എന്ത് കാരണത്താൽ ഇന്ത്യ മുന്നണി ഉണ്ടാക്കി? നിങ്ങളുടെ ഗതികേട്. അപ്പൊ ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ല ഇന്ത്യ മുന്നണി ഭാഗമാണ്. ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾ പറഞ്ഞു കേരളത്തിൽ ഞങ്ങൾ ഇന്ത്യ മുന്നണി നിങ്ങളോടൊപ്പം ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടില്ല. അല്ലല്ല, ഇന്ത്യ അതല്ല, പിണറായി വിജയന്റെ CPM ഇന്ന് NDAയോടൊപ്പം പിണറായി വിജയൻ നരേന്ദ്രമോദിയുടെ B ടീമാണ് പിണറായി വിജയന്റെ CPM. പിണറായി വിജയൻ ഒരിക്കലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അന്ന് ഏകദേശം 70% തെരഞ്ഞെടുപ്പ് മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ CPM അടക്കമുള്ള സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ പുള്ളി തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ച് വിദേശ പര്യടനത്തിന് പോയ ആളാണ് പിണറായി വിജയൻ. അത് എന്തിനു വേണ്ടി? പണ്ട് കെ കരുണാകരൻ അവിടെ രാജ്യസഭയിൽ മത്സരിച്ചപ്പോഴേ, അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ KV തോമസ് ഇടയ്ക്ക് ഇറങ്ങി പോയ ഒരു കഥയുണ്ട്. ഞാൻ ഇത് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ നാണക്കേടാ. പഴയ കാര്യമല്ല, നമുക്ക് ലേറ്റസ്റ്റ് അപ്ഡേഷൻ ആണ് ആവശ്യം. കെ കരുണാകരന് രാജ്യസഭയിലേക്ക് ഒരു വിഷയം വന്നപ്പോൾ അന്ന് നിങ്ങളുടെ ഒരു നേതാവ് മൂത്രമൊഴിക്കാൻ ഇറങ്ങിപ്പോയ ഒരു കഥയുണ്ട്. ഞാനത് ഈ ചാനലിൽ കൂടെ പറയണോ അതോ നിങ്ങൾ എന്നെ കൊണ്ട് പറഞ്ഞ് കേൾപ്പിക്കുമോ? അല്ല, നമുക്ക് ഈ പ്രസന്റ് സിറ്റുവേഷനിലേക്ക് വരാം. നമുക്കിപ്പോ ഓക്കെ, ചേലക്കരയിലേക്ക് പോകുമ്പോൾ ചേലക്കരയിൽ നമുക്ക് പാലക്കാട് 18,840 വോട്ടിന്റെ ഭൂരിപക്ഷം രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടി. വയനാട്ടിൽ 4,08,036 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് പ്രിയങ്ക ഗാന്ധിക്ക് ഉള്ളത്. ചേലക്കരയിലേക്ക് വരുമ്പോൾ ചേലക്കരയിൽ UDF പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം 4,10,10,000 കഴിഞ്ഞു. അല്ല, അതിന് ഒരു കാര്യം പറയാം. ഞാൻ ഒരു സെക്കൻഡ്. കേരളത്തിന്റെ മനോവികാരം എന്താണെന്നറിയാമോ? അതിഥികളെ സ്വീകരിക്കുക. അതിഥി ദേവോ ഭവ. അതാണ്. എവിടുന്നെങ്കിലും ആൾക്കാർ ഇങ്ങനെ വിഷമിച്ച് പ്രയാസപ്പെട്ട് നമ്മുടെ നാട്ടിലേക്ക് വന്നാൽ ഞങ്ങൾ കേരളത്തിലെ ആൾക്കാർ സ്വീകരിക്കുമെന്ന്. അങ്ങനെയല്ല, മതേതര ഭാരതത്തിന് വേണ്ടി ഇവിടെ ഈ രാജ്യത്ത് മതേതര ഇന്ത്യയിൽ 540 മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ ധൈര്യമില്ലാതെ കോൺഗ്രസിന്റെ ഒരു നേതാവ് കേരളത്തിൽ വന്നപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ആദ്യം പറഞ്ഞു പത്തനംതിട്ടയുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട്ട് നിർത്തി ജയിപ്പിക്കാൻ, പാലക്കാട്ടുകാരനായ ശശി തരൂരിനെ തിരുവനന്തപുരത്ത് പാർലമെന്റ് അംഗമാക്കാൻ, കൊല്ലത്തുകാരനായ രാജ്മോഹൻ ഉണ്ണിത്താനെ കാസർഗോഡ് പാർലമെന്റ് അംഗമാക്കാൻ, അതൊക്കെ കഴിയുന്ന പ്രസ്ഥാനമാണ്. പ്രിയങ്ക ഗാന്ധിയെ ഞങ്ങൾ അതിഥി ദേവാഭവോ എന്ന നിലയിൽ അതിഥിയെ ഞങ്ങൾ അംഗീകരിച്ച് അതിഥിക്ക് അനുകൂലമായി ഞങ്ങൾ വോട്ട് ചെയ്തു കേരളത്തിൽ. അത് ഞങ്ങളുടെ ഒരു ബലഹീനതയായിട്ട് കരുതരുത്. നിങ്ങൾ സത്യൻമൊകേരിയെ കൈവിട്ടു. അല്ലേട്ടാ കേക്കൂ. അല്ല, നിങ്ങൾ സത്യൻമൊകേരിയെ കൈവിട്ടു. അല്ലേട്ടാ കേക്കൂന്നേ, കേക്കൂ. ഞങ്ങളുടെ അതൊരു അതിഥി ദേവോ ഭവ എന്ന് പറഞ്ഞത് കൊണ്ടാണ് ചോദിച്ചത്. അല്ല, ഞാൻ പറട്ടെ, പ്രിയങ്ക ഗാന്ധിയെ കണ്ട് LDF വോട്ട് കൊടുത്തു എന്നാണ് പറയുന്നത്. അല്ല, ഞാൻ അങ്ങനല്ല പറഞ്ഞത്. ഇന്ത്യ മഹാരാജ്യത്തിൽ 540 സീറ്റിൽ എങ്ങും മത്സരിക്കാൻ ഒരു മാർഗവുമില്ല. കേരളത്തിലേക്ക് വരുന്ന ഒരാളിനെ നമ്മളങ്ങ് അംഗീകരിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ തെറ്റൊന്നുമല്ല. അതിനെ നിങ്ങൾ അംഗീകരിക്കണം. കേരളത്തിൽ VK കൃഷ്ണമേനോൻ കേരളത്തിൽ വന്ന സ്ഥാനാർത്ഥിയായുള്ള മലയാളിയാണ്. എന്തുകൊണ്ട് കേരളത്തിൽ മത്സരിക്കേണ്ട രാഷ്ട്രീയമായി ബന്ധമില്ലാതെ കേരളത്തിൽ വന്നപ്പോൾ കോൺഗ്രസ് കാണിപ്പിച്ചു. അല്ലേട്ടാ, ഞാൻ ചോട്ടെ, പ്രിയങ്ക ഗാന്ധിക്ക് കേരളത്തിൽ വന്ന് മത്സരിക്കേണ്ടി വന്നു? ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ നിന്ന് മത്സരിക്കാൻ തന്റെ ഇടം ഉണ്ടായിരുന്നോ? അല്ല, പ്രിയങ്ക ഗാന്ധി ഒഴിവുള്ള പാർലമെന്റ് സീറ്റിൽ മത്സരിച്ചു. അതെ, കഴിഞ്ഞ പ്രാവശ്യം ആനി രാജയും വന്നിരുന്നു CPIയുടെ സ്ഥാനാർത്ഥി. ഇല്ലാന്ന് ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾ കോൺഗ്രസിന്റെ ഒരു ദേശീയ നേതാവ് മത്സരിക്കുമ്പോൾ ഇടതുപക്ഷത്തിന്റെ ഒരു ദേശീയ നേതാവിനെ മത്സരിപ്പിച്ചു. ഇപ്പൊ ദേശീയ നേതാവിനെ കിട്ടിയില്ലേ? അല്ല, ഇപ്പൊ ഞങ്ങളൊരു അതിഥി സ്ഥാനാർത്ഥിയെ അംഗീകരിച്ചു. നമ്മൾ കോടൊക്കെ വന്നു അംഗീകരിച്ചു. അല്ല, അംഗീകരിച്ചല്ല, അതിഥി സ്ഥാനാർത്ഥി വന്നപ്പോൾ നമ്മുടെ മലയാളത്തിന്റെ സംസ്കാരത്തിനനുസരിച്ച് നമ്മൾ ഉൾക്കൊണ്ടു എന്ന് പറഞ്ഞു. മതേതര ജനാധിപത്യ വിശ്വാസികളുടെ. ഇനി ഞാൻ ചോദിക്കട്ടെ, വയനാട് എന്ന് പറയുന്നത് ഐക്യ ജനാധിപത്യ മുന്നണി സംവിധാനത്തിന് മെജോറിറ്റി ഉള്ള സ്ഥലമാണ്. അവിടെ തേക്കട അനിൽകുമാറേട്ടൻ നിന്നാലും മത്സരിച്ചാലും ജയിക്കും. അനിലേട്ടൻ മത്സരിച്ചാലും സ്ഥാനാർത്ഥിയാ.
ജയിക്കും. താങ്കൾ നാളെ എം പിയാ, ഷാനവാസ് എം പി ആയില്ലേ, നാളെ ആരും അത് ആ മണ്ഡലത്തിൻ്റെ ഒരു സംവിധാനമാണ്. അതിനെ അങ്ങനെ കണ്ടാൽ മതി. അങ്ങനെയുള്ള ഒരു സേഫ് സോണിൽ നിന്ന് നിങ്ങളൊരു സ്ഥാനാർത്ഥി മത്സരിച്ചു എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഡാമേജ് ആണെന്നേ. റായ്ബറേലിയിൽ പോയി മത്സരിക്കാൻ എന്തേ പ്രിയങ്ക ഗാന്ധിമില്ലാതിരുന്നത്? യു പിയിലെ മണ്ഡലങ്ങളിൽ, ഡൽഹിയിലെ മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ എന്തേ ഈ പറയുന്ന നിങ്ങളുടെ നേതാവിന് പറ്റിയില്ല? അത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ ആയൂർ ബിജു ആ അഭിപ്രായം പറയുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം യു പിയിൽ അത്യാവശ്യമാണ്. അങ്ങനെ ഇന്ത്യ മുന്നണി തീരുമാനിച്ചവിടെ മത്സരിക്കുന്നു. അല്ലല്ല, ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത് ഇന്ത്യ മുന്നണി ഭാഗമായിട്ടല്ല, ഞാൻ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭാഗമായിട്ടാണ്. അത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയന്റെ CPM ഈ പറയുന്ന പോലെ ഇന്ത്യ മുന്നണിയിൽ ഉണ്ട് എന്ന് നമുക്ക് അവിടെയാണ്. അതിന് ഇന്ത്യ മുന്നണിയുടെ രൂപീകരണ സമയത്ത് തന്നെ പറയുന്നു, കേരളത്തിൽ ഞങ്ങൾ ഇന്ത്യ മുന്നണിയുടെ സംവിധാനവുമായിട്ട് ഇല്ല എന്ന് ഈ ഇന്ത്യ മുന്നണി അപ്പൊ രണ്ടുപേരോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഇന്ത്യ മുന്നണി എന്നുള്ളൊരു സംവിധാനം കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു കൺഫ്യൂഷനായി വന്നിരിക്കുകയല്ലേ? ഇല്ല, ഞാൻ പറയട്ടെ, നമ്മളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു. അത് നമ്മൾ ചില കാര്യങ്ങൾ ഇന്ന കാര്യങ്ങളിൽ നമ്മൾ തമ്മിൽ ബന്ധമില്ല. ആ കോൺട്രാക്റ്റിൽ പറയുന്നു 5 കണ്ടീഷൻ പറയുന്നു, 4 കണ്ടീഷൻ ഇന്നതാണ്, 2 കണ്ടീഷൻ ഇന്നതാണ്. അതിൽ ഞങ്ങൾ ഇന്ത്യ മുന്നണി ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾക്ക് വ്യക്തമായി പറയുന്നുണ്ടെന്നേ, കേരളത്തിൽ ഇന്ത്യ മുന്നണിയുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ പറ്റില്ല. പല സംസ്ഥാനങ്ങളിലും ആദ്യം ഇത് പറഞ്ഞെങ്കിലും പിന്നീട് സീറ്റ് ഷെയർ ചെയ്യുന്നൊരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ചോദിക്കുന്നത്, സമീപ ഭാവിയിൽ ഇപ്പോൾ എന്തായാലും പ്രാദേശികമായി തിരശ്ശീലയ്ക്ക് പിന്നിലെ നീക്കുപോക്കുകൾ ഉണ്ടാകും. അതിനിപ്പോൾ പ്രത്യക്ഷമായൊരു സഹകരണത്തിലേക്ക് മാറുമോ ഇടത് വലത് മുന്നണികൾ കേരളത്തിൽ? കോൺഗ്രസിന് ഈ തരത്തിലേക്ക് ഒരു എത്തപ്പെടാനുണ്ടായ സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കണം. 540 സീറ്റുകളിലും ഒറ്റയ്ക്ക് മത്സരിച്ച കോൺഗ്രസിൻ്റെ ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു ഒരു കാലത്ത്. അതിൽ നിന്ന് ഈ നിലയിലേക്ക് ഇവർ എത്തപ്പെട്ടത് എന്താണെന്ന് നിങ്ങൾ ആലോചിക്കണം. പല സ്ഥലത്തും പല സ്റ്റേറ്റിലും ഇവരിലെ കാലിൻ്റെ കീഴിലുള്ള മണ്ണ് ഒലിച്ചുപോയി. അതുകൊണ്ടാണ് ഈ പറയുന്ന തേക്കടാനിയിലേട്ടൻ്റെ നേതാവായ പ്രിയങ്ക ഗാന്ധിക്ക് വയനാട്ടിൽ വന്ന് മത്സരിക്കേണ്ടി വന്നത്. ഇല്ലെങ്കിൽ നാളെ തേക്കടാനിലേട്ടൻ അവിടെ സ്ഥാനാർത്ഥിയാകും. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ശ്രീ തേക്കട അനിൽകുമാർ, നമുക്ക് ആ ഒരു വിഷയത്തിലേക്ക് തന്നെ വരാം. ഇപ്പോൾ പല സ്ഥലങ്ങളിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആശാവഹമായിട്ടുള്ള റിസൾട്ട് അതല്ലെങ്കിൽ നേട്ടമുണ്ടാക്കാൻ ഇന്ത്യ മുന്നണിക്ക് സാധിച്ചു. പക്ഷേ അതിനുശേഷം പല തെരഞ്ഞെടുപ്പുകളിലും അത് ആവർത്തിക്കാൻ ഇന്ത്യ മുന്നണിക്ക് സാധിച്ചില്ല. അത് ഒരു ഉദാസീന മനോഭാവം അല്ലെങ്കിൽ ഒരു അമിത ആത്മവിശ്വാസം കടന്നു വന്നിട്ടുണ്ടോ പല സ്ഥലങ്ങളിലെയും കോൺഗ്രസിന്റെ നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഉള്ളിൽ? അല്ല, നമ്മൾ ഉദ്ദേശിച്ച തരത്തിലുള്ള ഒരു റിസൾട്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകാത്തത് ഒന്ന് ഹരിയാനയിലും 2 മഹാരാഷ്ട്രയിലും. മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ കുറേ കാലമായി രാഷ്ട്രീയ കുതിരക്കച്ചവടം, മണി പവർ, മസിൽ പവർ, ഓപ്പറേഷൻ കമല, ഇങ്ങനെ ഒരുപക്ഷെ ജനാധിപത്യത്തിന് ഭൂഷണമല്ലാത്ത ഒട്ടേറെ പ്രവണതകൾ അവിടെ ശിവസേനയെ പിളർക്കാൻ ശ്രമിക്കുന്നു, അവിടെ NCPയെ പിളർക്കാൻ ശ്രമിക്കുന്നു. ഒരുപക്ഷെ നമുക്ക് ജനാധിപത്യത്തിൽ ഭൂഷണമല്ലാത്ത പല കാര്യങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ഇന്ത്യയുടെ ഒരു സാമ്പത്തിക തലസ്ഥാനമാണ് മഹാരാഷ്ട്ര. അവിടുത്തെ റിസൾട്ട് UDF ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വളരെ മോശമാണ്. അതല്ല ഹരിയാനയിൽ നമ്മൾ ജയിക്കേണ്ട അവിടെ ഈ പറഞ്ഞതുപോലെ ഇന്ത്യ മുന്നണിയുടെ സംവിധാനത്തിൻ്റെ ഒരു കെട്ടുറപ്പിനെ സംബന്ധിച്ചുള്ള സംശയം തെരഞ്ഞെടുപ്പിന് ശേഷമൊക്കെ പല ആളുകളും ഉന്നയിക്കുന്നുണ്ട്. അത് ഒരു അപകടകരമായ ഒരു രീതിയാണ്. ഇവിടെ നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ 233 സീറ്റ് ഇവിടെ ഇന്ത്യ മുന്നണി നേടുമെന്ന് ആരും പ്രതീക്ഷിക്കാത്ത ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. അവിടെ 400-ലധികം സീറ്റുകൾ നേടുമെന്ന് വീമ്പിളക്കി നടന്ന നരേന്ദ്രമോദി ഏകദേശം അവർ കേവല ഭൂരിപക്ഷം 10 വർഷത്തിന് ശേഷം BJPക്ക് കേവല ഭൂരിപക്ഷമില്ലാത്ത ഒരു കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇന്ന് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ കോൺഗ്രസ്സിന് ഈ പറഞ്ഞതുപോലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും, കോൺഗ്രസ് 1885 തുടങ്ങി സ്വാതന്ത്ര്യ സമരവും അയിത്തോച്ചാടനവും എല്ലാം നടത്തി കോൺഗ്രസ് ഇന്ന് ഇന്ത്യയിൽ കഴിഞ്ഞ 55 വർഷം ഈ രാജ്യത്തിന് ഭരണം നേടി രാജ്യം ഭരിച്ചു. ആ ഭരണം കഴിഞ്ഞ് ഇന്ത്യയെ ഒരു 4ാം സാമ്പത്തിക ശക്തിയാക്കിയിട്ടാണ് മൻമോഹൻ സിംഗ് 2014 സ്ഥാനം വിട്ടൊഴിയുന്നത്. കോൺഗ്രസിന് തളർച്ചയും വിളർച്ചയും ഒക്കെ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. വിളർച്ച വരുമ്പോൾ ഇപ്പോൾ ഇന്ത്യ മുന്നണി എന്താണ്, പരമാവധി മഹാരാഷ്ട്രയിൽ എല്ലാവർക്കും അറിയാം ഒട്ടേറെ വിമർശനങ്ങളുണ്ടായി. ഘടകകക്ഷികൾ ഇന്ത്യ മുന്നണിയുടെ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ഒട്ടേറെ വിട്ടുവീഴ്ചകൾ ചെയ്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. വിജയിക്കാൻ സാധിച്ചത് മറ്റൊരു കാര്യം. കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ അപ്പോൾ അവിടെ
ഈ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര നടത്തിയത് മുതൽ ഒരു വലിയ മതേതര ഒരു മുന്നേറ്റം ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാശ്മീരിൽ BJPയുടെ എല്ലാ അഹങ്കാരങ്ങളും ശമിപ്പിച്ച് അവിടെ അധികാരത്തിൽ വരാൻ സാധിച്ചു. ഇനി അടുത്ത് ബീഹാറിലേക്ക് തെരഞ്ഞെടുപ്പിലേക്ക് നമുക്ക് കടക്കാൻ പോവുകയാണ്. അപ്പോൾ അവിടെ കുറച്ചുകൂടി വിട്ടുവീഴ്ച ചെയ്ത് ഇപ്പോൾ ഇവിടെ ഇന്ത്യ മുന്നണി ഒരു മതേതര മുഖം നൽകി, ഇന്ത്യ മുന്നണി ഒരു വർഗീയ മുഖം നൽകി. പ്രധാനമന്ത്രിയുടെ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രസംഗങ്ങളൊക്കെ ഒരുപക്ഷെ ഇന്ത്യൻ സമൂഹത്തിന് അപമാനകരമായ പ്രസംഗങ്ങളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ ഇവിടെ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി ഒരു ഏകോപനം ഉണ്ടായാൽ ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. 234 സീറ്റ് 272 സീറ്റായി കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഭരണത്തിൽ അത് ആ ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയാം. അത് തീർച്ചയായും അധികാരത്തിൽ നമുക്ക് നമ്മുടെ ഒരു വിഷയം അതല്ല. ഇവിടെ ഈ കേരളത്തിൽ കഴിഞ്ഞ കുറേ ദിവസമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരിടുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയമായ അധപ്പതനം, അതാണ് ഏറ്റവും പാലക്കാട് കാണേണ്ടത്. ചേലക്കര തെരഞ്ഞെടുപ്പ്, വയനാട് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് മാധ്യമങ്ങളൊന്നും ഒരു റിസൾട്ട് എന്ന് പറയുന്ന എല്ലാവരും പ്രതീക്ഷിച്ച റിസൾട്ടാണ് വയനാട് ഉണ്ടാകുന്നത്. പാലക്കാട് അതല്ല. പാലക്കാട് BJPയും അതുപോലെ തന്നെ CPMും ചേർന്ന് ഒരമ്മ പെറ്റ മക്കളെപ്പോലെ നിന്നുകൊണ്ട് UDFനെ പരാജയപ്പെടുത്താൻ നടത്തിയ നാടകങ്ങൾക്കാണ് കഴിഞ്ഞ ഒരു മാസക്കാലമായി കേരളം സാക്ഷ്യം വഹിച്ചത്. ഒട്ടേറെ സംശയങ്ങളുണ്ടായി. അല്ല, തീർച്ചയായിട്ടും കേരളത്തിലെ ഈ കഴിഞ്ഞ ഞങ്ങളത് ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. കാരണം ആര് ജയിക്കും ആര് തോൽക്കും എന്നുള്ളതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ രംഗത്ത് വന്നിട്ടുള്ള ഒരു മൂല്യച്യുതി കേരള കൗമുദി ചർച്ച ചെയ്തിരുന്നു. അത് ജനങ്ങളും അതേ രീതിയിൽ തന്നെ പ്രതികരിക്കുകയുണ്ടായി. അത് പെട്ടി വിവാദമാണെങ്കിൽ തന്നെയും അതുപോലെ തന്നെ മറുകണ്ഠം ചാടിയിട്ട് നേതാക്കളുടെ അഭിപ്രായം ഒരു ടേൺ അടിക്കുന്നതും എല്ലാം നമ്മൾ കണ്ടിരുന്നു. അതായത് പൊതുവിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ കേരളത്തിലെ രാഷ്ട്രീയ രംഗം മുൻപൊക്കെ പരസ്പരം പോരടിക്കുമായിരുന്നെങ്കിൽ തന്നെയും ഇത്രയേറെ ഓപ്പണായിട്ട് അല്ലെങ്കിൽ ഒരു ടേൺ, അതായത് തലേ ദിവസം വരെ മോദിയെ പിന്താങ്ങുന്നു, പിറ്റേ ദിവസം മറുകണ്ഠത്തെത്തിയിട്ട് മോദിയെ തള്ളിപ്പറയുന്നു, മോദി വർഗീയവാദിയാണ് എന്ന് പറയുന്നു. ഇവിടെ നിന്നും അപ്പുറത്തേക്ക് പോയിട്ട് അവിടെയും ഇത് തന്നെയാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം വരെ രാഹുൽ ഗാന്ധിയെ തൻ്റെ നേതാവെന്ന് പറഞ്ഞയാൾ പിറ്റേന്ന് രാഹുൽ ഗാന്ധിയെയും തള്ളിപ്പറയുകയാണ്. അപ്പോൾ ജനങ്ങൾ ആകെ കൺഫ്യൂസ്ഡാണ് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ. ഇപ്പോൾ ഈ മുന്നണി സംവിധാനമാണെങ്കിൽ തന്നെയും നേതാക്കളുടെ അഭിപ്രായമാണെങ്കിൽ തന്നെയും ഇത് എത്രത്തോളം ആശാസ്യമാണ്? ആസ് എ പൊളിറ്റിക്കൽ ഇത്രയും ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ള നിലയിൽ ജനങ്ങൾക്ക് ഒരു അവമതിപ്പുണ്ടാക്കില്ലേ ഇത്തരത്തിലുള്ള ജനവിശ്വാസം നഷ്ടപ്പെടും. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. സന്ദീപ് വാര്യർ BJPയുമായി പിണങ്ങിയപ്പോൾ ആദ്യം സ്വാഗതം ചെയ്യാൻ വാതിൽ തുറന്നിട്ട് ഇരുന്ന AK ബാലൻ പറഞ്ഞത് ക്രിസ്റ്റൽ ക്ലിയർ ആണ്, ഒരു ബെസ്റ്റ് കോമ്രേഡാകും. MB രാജേഷ് സ്വാഗതം ചെയ്തു, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സ്വാഗതം ചെയ്തു. നമ്മൾ കാണേണ്ട ഒരു വസ്തുത. സരിൻ സ്ഥാനാർത്ഥിയാവാൻ ആദ്യം പോയത് BJPയുമായി ചർച്ച ചെയ്യാനാണ്. മാധ്യമ പ്രവർത്തകർക്ക് മുഴുവൻ അറിയാം. BJP സ്ഥാനാർത്ഥിത്വം, കാരണം BJPയിലെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഇവിടെ ഇന്ന് സന്ദീപ് വാര്യർ പറഞ്ഞതുപോലെ പാൽ സൊസൈറ്റി വന്നാലും ആ സ്ഥാനാർത്ഥി, നഗരസഭ വന്നാലും ആ സ്ഥാനാർത്ഥി, പാർലമെൻറ്റ് വന്നാലും അസംബ്ലി വന്നാലും മറ്റാരെയും അങ്ങനെ ആ രണ്ട് സ്ഥാനാർത്ഥികളെയും സംബന്ധിച്ചും പിന്നെ അതുകൊണ്ട് കൃഷ്ണകുമാർ മത്സരിക്കാൻ തയ്യാറെടുക്കുന്നത് കൊണ്ട് ഇവിടെ സരിന് സാധ്യതയില്ല. ഉടൻ സരിൻ CPMലേക്ക് പോകുന്നു. ഞാൻ ചോദിക്കട്ടെ, എത്ര നെറികെട്ട സുരേഷ് ഗോപി പറഞ്ഞ ഒരു ഡയലോഗാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്, പക്ഷേ ഞാൻ പറയുന്നില്ല. അപ്പോൾ ആ ഒരു തരത്തിൽ പക്ഷേ ആ കോൺഗ്രസിനുള്ളിൽ ഒരു കല്ലുകടി തുടക്കത്തിൽ ഒഴിവാക്കാമായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചൊരു ഒത്തൊരുമയോടുകൂടിയുള്ള ഏകോപനത്തോടുകൂടിയുള്ള ഒരു തീരുമാനവും പ്രഖ്യാപനവും ഏകോപനത്തോടുകൂടിയുള്ള തീരുമാനം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച മണിക്കൂറുകൾക്കുള്ളിൽ UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ഇത്രയും ഒരു ഏകോപനവും ഇത്രയും മുൻകൂട്ടി ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് അതൊക്കെ CPM സൃഷ്ടിച്ചെടുത്ത ഒരു സ്ഥാനാർത്ഥി നിർണ്ണയിക്കുമ്പോൾ, സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുമ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് വരാം, അവിടെ DCC പ്രസിഡന്റിൻ്റെ പേര് വരാം, അവിടെ K മുരളീധരൻ്റെ പേര് വരാം, സരിൻ്റെ പേര് വരാം. പല പേരുകളും പരിഗണിച്ചിട്ട് ഒരു പേരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെയില്ല. അങ്ങനെ ഒരു ലെറ്ററൊക്കെ എടുത്തു അഭിപ്രായമുള്ള പാർട്ടിയാണ്. വ്യത്യസ്തമായ അഭിപ്രായങ്ങളും ആ അഭിപ്രായ സമന്വയം ഉണ്ടാക്കുന്നത് തന്നെയാണ് കോൺഗ്രസ് UDFിൻ്റെ ആ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ. കാരണം കേരളം കണ്ട ഏറ്റവും മികച്ച ഒരു യുവജന നേതാവ് ഇന്ന് കേരളത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം ഈ ഒപ്പം നിൽക്കാൻ പറ്റിയ ഒരു യുവ നേതൃത്വം മറ്റൊരു പാർട്ടിയില്ല. ഞാൻ അഭിമാനത്തോട് പറയുന്നു ആ സ്ഥാനാർത്ഥിത്വമാണ് പാലക്കാട്ടെ സംസ്കാര ഞാൻ പറയുന്നത് എല്ലാം വളരെ നന്നായി വിലയിരുത്താൻ കഴിയുന്ന വളരെ പ്രമുഖരായ ആളുകൾ അധിവസിക്കുന്ന ഒരു പ്രദേശമാണ്. അവർ രാഹുൽ മാങ്കൂട്ടത്തിന് സരിനെ എന്താ അംഗീകരിക്കാത്ത? സരിന് വ്യക്തമായ ഒരു അഭിപ്രായം ചോദിച്ചോട്ടെ. 6 വർഷം മുമ്പ് ഈ പാർട്ടിയിലേക്ക് വന്നു. ലീഡറെ പോലെ, ഉമ്മൻചാണ്ടിയെ പോലെ ഒരു നേതാവിനെ UDF എന്ന് തന്നെ ഞാൻ പറയാം, UDFും കോൺഗ്രസും വല്ലാതെ മിസ് ചെയ്യുകയാണ് ഇപ്പോൾ.
ഒരിക്കലുമില്ല. ഞാൻ കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് ഒരു കാലത്ത് കെ കരുണാകരൻ, എ കെ ആൻ്റണി ഒരു സമവായം, അത് കഴിഞ്ഞ് ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല സമവായം. ഇപ്പോൾ അതിശക്തം ഞാൻ പറഞ്ഞില്ലേ, ഈ KPCC പ്രസിഡന്റ് കെ സുധാകരൻ KPCC പ്രസിഡന്റ് ആയതിനു ശേഷം, ബഹുമാനപ്പെട്ട VD സതീശൻ പ്രതിപക്ഷ നേതാവായതിനു ശേഷം കേരളത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളെ ഒന്ന് താരതമ്യം ചെയ്താൽ UDFന്റെ മുന്നേറ്റമില്ലാത്ത ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടോ? ഇപ്പോൾ ശ്രീ ആയൂർ ബിജു ചേലക്കരയിൽ വിജയം നേടി. 39,000-ൽ നിന്നും 12,201 ഭൂരിപക്ഷം കുറഞ്ഞു. മറ്റ് സ്ഥലങ്ങളിലൊക്കെ തന്നെ നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്ന ഒരു നേട്ടമുണ്ടാക്കാൻ ഇടതുമുന്നണിക്ക് സാധിച്ചു. ചേലക്കരയിൽ കെ രാധാകൃഷ്ണൻ ശക്തമാക്കിയ ഒരു അടിത്തറയുണ്ടായിരുന്ന മണ്ഡലത്തിൽ, ഇടത് മണ്ഡലത്തിൽ അരക്കിട്ടുറപ്പിച്ച ഒരു മണ്ഡലമായിരുന്നു, പാകപ്പെടുത്തിയ ഇടത് മണ്ണാണ്. ആ മണ്ണിൽ UR പ്രദീപിനെ പോലെ പ്രഗത്ഭനായ ഒരു നേതാവ്, അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവവും കഴിവും നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. ആ ഒരു നേതാവ് നേടിയെടുത്ത വിജയം കൂടിയാണ്. അതിനപ്പുറത്തേക്ക് ഇടതുപക്ഷത്തിന് അവകാശപ്പെടാൻ സാധിക്കുന്ന നേട്ടങ്ങളുടെ പട്ടിക എന്തൊക്കെ? നോക്കൂ, ഇവിടെ ഷാബി പറമ്പിൽ നേടിയ 3000 വോട്ട്, കൊല്ലത്തുനിന്ന് പോയ നമ്മുടെ രാഹുൽ മറികടന്നു എങ്കിൽ അവിടെ എന്താണ് സംഭവിച്ചത്? ഷാബി പറമ്പിൽ എവിടുത്തെ തന്നെയാണ്? പാലക്കാട്ട് തന്നെയാണ്, സ്വന്തം തട്ടകമാണ്. ആ തട്ടകത്തിൽ 3000 വോട്ടിന് ജയിച്ച ഷാവി പറമ്പിലിനെ മറികടന്നുകൊണ്ട് കൊല്ലത്തുനിന്ന്, കൊല്ലം വേണ്ട, കൊല്ലവും പത്തനംതിട്ട അടൂരാണ്, അടൂരിൽ നിന്ന് പോയ ഈ രാഹുൽ മാങ്കൂട്ടം ഇത്രയും വോട്ട് നേടിയെങ്കിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഭരണവിരുദ്ധ വികാരം. അങ്ങനെയാണെങ്കിൽ ഈ ഭരണവിരുദ്ധ വികാരം ചേലക്കരയുണ്ടായി. എങ്ങനെയുണ്ടായി? ചേലക്കരയിൽ 20% കുറഞ്ഞു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? അവിടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടുവെങ്കിൽ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ അംഗീകരിക്കും. ഇടതുപക്ഷ വിരുദ്ധ വികാരം, ഭരണവിരുദ്ധ വികാരം എന്ന് പറയും. ഇവിടെ നിങ്ങളുടെ സ്ഥാനാർത്ഥി, അതായത് നിങ്ങളുടെ മീൻസ് ചേകട അനിൽകുമാറിൻ്റെ സ്ഥാനാർത്ഥിയായ രാഹുൽ മാങ്കൂട്ടം ജയിക്കുന്നു. അവിടെ എന്താണ് അത്ഭുതം സംഭവിച്ചത്? അവിടെ BJPയുമായിട്ടൊരു ഡീലാണ് ഇവർക്ക്. തീർച്ചയായിട്ടും BJPയും കോൺഗ്രസുമായിട്ടുള്ള ഡീലിന്റെ ഭാഗമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കാതിരിക്കാൻ വേണ്ടി BJP അവർക്ക് വോട്ട് ചെയ്തേ ഇല്ല. അത് തന്നെയാണ് BJP 24,000 വോട്ടാണ് 2021 പിടിച്ചതെങ്കിൽ BJP അവരുടെ വോട്ട് ഷെയർ ഇന്ന് 33,609 ഏകദേശം 10,000 വോട്ട് വർദ്ധിപ്പിക്കുകയാണ് ഇത്. തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് ഇവർ കോൺഗ്രസ്സുകാർ പകരമായിട്ട് ഇവിടെ തിരിച്ചു സഹായിച്ചു എന്നുള്ളതേ ഉള്ളൂ. BJPക്ക് വോട്ട് വർദ്ധിക്കുകയാണ് ഇവിടെ. 86,000 വോട്ടുകൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി അനിൽ ചേട്ടന്റെ പാർട്ടി സംഭാവന ചെയ്തു. അങ്ങനെയല്ല, തൃശ്ശൂരിൽ ജയിച്ചത് പൂരം കലക്കിയാണ് ജയിച്ചത്. അത് പിണറായി വിജയൻ വെള്ളം കലക്കിയോ എന്നാൽ അവിടെ നിൽക്കട്ടെ. തൃശ്ശൂരിൽ നിങ്ങളുടെ 86,536 വോട്ടുകൾ BJPയിലേക്ക് പോയിട്ടുണ്ട്. നിങ്ങൾ തൃശ്ശൂർ കൊടുത്തതിന് പകരം പാലക്കാട്ട് നിങ്ങൾക്ക് തന്നേ കൊടുക്കലും വാങ്ങലും പഴയ എല്ലാ കാലഘട്ടത്തിലും കോൺഗ്രസും BJPയും തമ്മിലുണ്ടെന്നേ. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇവിടെ സംഭവിച്ചത്. ഇത് നമ്മളിപ്പോൾ നമ്മുടെ മുന്നിൽ കണക്കും വോട്ട് ഷെയറും എല്ലാം ഉണ്ട്. ഓരോ തെരഞ്ഞെടുപ്പ് കഴിയും തോറും വരുന്ന വോട്ടുകളുടെ കണക്കൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനൊരു അടിസ്ഥാനം കൂടി വേണം പറയുമ്പോൾ. നേരത്തെ പല ആരോപണങ്ങളുമുണ്ട്. മുഖ്യമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ രഹസ്യ നീക്കുപോക്കാണെന്നുണ്ട്, അല്ലെങ്കിൽ ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിൽ നീക്കുപോക്കുണ്ടെന്ന് പറയുന്നു. അതുപോലെ തന്നെ BJPയും CPM തമ്മിൽ രഹസ്യധാരണയുണ്ടെന്ന് പറയുന്നു. അതിനപ്പുറത്തേക്കുള്ള ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. ഈ രാഷ്ട്രീയമായി എന്ത് നേട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ്, ഈ ഉപതെരഞ്ഞെടുപ്പുകളിലൂടെ CPMന് നേടിയെടുക്കാൻ, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്? ഞങ്ങളെ സംബന്ധിച്ച് നോക്കൂ, ചേലക്കരയിൽ ഞങ്ങൾ പരാജയപ്പെടുമെന്ന് പറഞ്ഞു. നമ്മുടെ പാട്ടുകാരി കുട്ടി ജയിക്കുമെന്ന് പറഞ്ഞു. ഇവർ ഒരു വട്ടം പാർലമെൻറ്റിലേക്ക് വിട്ടു, അടുത്ത വട്ടം വീണ്ടും പാർലമെൻറ്റിലേക്ക് വിട്ടു. ആ പാട്ടുകാരി കുട്ടി തോറ്റുപോയി. ഒരു വട്ടം ഇവർ പരീക്ഷിച്ച അതേ സ്ഥാനാർത്ഥികളെല്ലാം അവകാശവാദം. സരിൻ പോലും പറഞ്ഞു താൻ ജയിക്കുമെന്ന്. അല്ല, അതെ, ഇപ്പം ഞാൻ പലപ്പോഴും പഞ്ചായത്ത് ഇലക്ഷനൊക്കെ മത്സരിച്ചിട്ടുണ്ട്. ഞാനും പറയും ഞാനും മത്സരിച്ച് ജയിക്കുമെന്ന്. പക്ഷെ നമ്മൾ പരാജയപ്പെടും. പക്ഷെ അതല്ല, ഒരു ഇലക്ഷന് ഒരാളെ ജയിക്കൂ. ഇവിടെ എന്താണ് ഈ പറയുന്ന ഒരു വട്ടം മത്സരിച്ച് ജയിച്ച ഒരു പാർലമെൻറ്റേറിയനായിരുന്ന ഒരാൾ രണ്ടാമത് പരാജയപ്പെടുന്നു. വീണ്ടും അയാളെ മത്സരിപ്പിക്കുമ്പോൾ എന്താണ് ഇവർ പറയുന്നത്?
എന്ത് ക്രെഡിബിലിറ്റിയാണ് അവർ പറയുന്നത്? അല്ല, ഞാൻ ചോദിക്കട്ടെ, അല്ല എനിക്ക് ഇനി സമയം അധികം ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഇടതുപക്ഷത്തിൻ്റെ സ്ട്രാറ്റജി ഇനി അങ്ങോട്ട് എന്തായിരിക്കും? കാരണം കേരളത്തിൽ BJPയുടെ വോട്ട് ഷെയർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരോടും ഞാൻ ചോദ്യം അദ്ദേഹത്തിലേക്കും വരാം. ഇനി അങ്ങോട്ടുള്ള സ്ട്രാറ്റജി എന്തായിരിക്കും? പിണറായി വിജയൻ എന്നുള്ള നേതാവ് കഴിഞ്ഞാൽ പിന്നെ ആര് എന്നുള്ളത്, ഇടതുപക്ഷത്തിന് നേതൃത്വം നൽകുന്നത് ആരായിരിക്കും എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു ഇതുണ്ട്. കുറേയേറെ കഴിവുള്ള നേതാക്കളെ ഒതുക്കിയെന്ന ആരോപണം ഉണ്ട്. പിണറായി വിജയൻ മാത്രം നിന്നുകൊണ്ട് അധികാര കേന്ദ്രീകരണമാണ് അവിടെ നടക്കുന്നതെന്നും അഭിപ്രായ സ്വാതന്ത്ര്യമില്ല എന്നും ഒക്കെയുള്ള ഒരു അഭിപ്രായം മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് ഇടതുപക്ഷത്തിൻ്റെ സ്ട്രാറ്റജി എന്തായിരിക്കും? ലിയോ, BJPയുടെ വോട്ട് ഷെയർ കൂടുന്നു എന്ന് താങ്കൾ പറഞ്ഞ് അംഗീകരിക്കുന്നു. ഒറ്റ കണക്കെടുത്താൽ മതി. തൃശ്ശൂർ 86,563 കൃത്യമാണ്. ആരുടെ കയ്യിൽ നിന്ന് പോയി? കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് പോയി. പന്തളം സുധാകരൻ്റെ അനിയൻ ഉൾപ്പെടെ, വിജയൻ തോമസ് ഉൾപ്പെടെ പോയതെല്ലാം കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാ. ഞങ്ങളുടെ ഏത് നേതാക്കന്മാരാ BJPയിലേക്ക് വിട്ടത്? ഇടതുപക്ഷ ജനാധിപത്യമുള്ള നേതാക്കന്മാർ ആര് പോയി? ലിയോ എന്ന് പറയും. അലിയേട്ടൻ പറയട്ടെ. ഞാൻ പ്ലീസ്, വിജയൻ തോമസ് ഉൾപ്പെടെ, പന്തളം സുധാകരൻ്റെ അനിയൻ ഉൾപ്പെടെ, ഈ എൻ്റെ ഓർമ്മയിൽ പരിമിതമായ എൻ്റെ ഓർമ്മയിൽ വന്നത് 2 പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. ബാക്കി ഈ ഇടതുപക്ഷ ജനാധിപത്യമെന്ന് ഞങ്ങളിൽ ആര് പോയെന്നേ BJPയിലേക്ക്? ഏത് നേതാക്കന്മാർ പോയി? നാളെ അനിലേട്ടൻ പോകത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ വോട്ട് ഷെയറിൽ ഒരു കുറവും വന്നിട്ടില്ല. പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വന്ന വോട്ട് ഷെയർ ഞാൻ അംഗീകരിക്കുന്നു. ചേലക്കരയിൽ ഞങ്ങളുടെ വോട്ട് ഷെയർ കുറവുന്നുണ്ട്. പക്ഷേ കേരള സംസ്ഥാനത്തിൽ ഒന്നായിട്ടെടുത്താൽ ഞങ്ങളുടെ വോട്ട് ഷെയറിൽ കുഴപ്പം വരുന്നില്ല. ഇനി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചില വോട്ട് ഷെയറിൽ കുഴപ്പമുണ്ടെങ്കിൽ ഞങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിയിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു ഘടകകക്ഷിയെ ഞങ്ങളോടൊപ്പം ചേർക്കും എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ മനസ്സിലാക്കൂ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ ചേർത്തു. ഞങ്ങൾ വലിയ പാർട്ടിയൊന്നുമല്ല. വലിയൊരു ചർച്ചയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സരിനെ പോലെ ഒരു സ്ഥാനാർത്ഥി ഇനി ഇടതുപക്ഷത്തിന് ഉണ്ടാവില്ലെന്നാണോ? സരിനെ പോലുള്ള സ്ഥാനാർത്ഥികൾ ഉണ്ടാകും. അടവ് നയത്തിന്റെ ഭാഗമായി നാളെ തേക്കട അനിലിയേട്ടൻ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ഭാഗമായ പോലും ഞങ്ങൾ മത്സരിപ്പിക്കും. അല്ലല്ല, TK ഹംസയെ ഞങ്ങൾ മത്സരിപ്പിച്ചില്ലേ? അതെ, അവിടെ നിന്ന് തുടങ്ങുന്ന അത് തന്നെ. ഞങ്ങൾ എത്രയോ സ്വന്തന്മാരെ മത്സരിപ്പിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ഇതായിരിക്കുന്നു തേക്കട അനിൽച്ചേട്ടൻ ഇന്ന് സംസാരിക്കുന്നു. നാളെ ഇദ്ദേഹം പാർട്ടി വിട്ട് ഞങ്ങളോട് വന്നാൽ തിരുവനന്തപുരത്ത് ഒരു സീറ്റ് ഞങ്ങൾ മത്സരിപ്പിക്കും. എന്റെ ചോദ്യം അതേ ചോദ്യമാണ്. ഇനി എന്തായിരിക്കും UDFന്റെ സ്ട്രാറ്റജി? ഇനിയിപ്പോൾ UDFിൽ നിന്നും ഇടതുപക്ഷത്തേക്ക് ഒരു കൊഴിഞ്ഞുപോക്കുണ്ടാകുമോ? BJPയിലേക്ക് കൊഴിഞ്ഞുപോക്കുണ്ടാകുമോ? അതോ പ്രവർത്തനം വ്യാപിപ്പിക്കുവാൻ, ശക്തമാക്കുവാൻ, ഗ്രാസ് റൂട്ട് ലെവലിലെ പ്രവർത്തനം വ്യാപിപ്പിക്കാനുള്ള പദ്ധതികൾ ഉണ്ടാകുമോ? കേരളത്തിൽ UDFും കോൺഗ്രസും അതിശക്തമായ പ്രവർത്തനവുമായി കഴിഞ്ഞ 2-3 വർഷക്കാലം, പ്രത്യേകിച്ച് രണ്ടാം പിണറായി വിജയൻ ഗവൺമെൻറ് കാലത്ത് വളരെ മുന്നേറ്റമാണ് നടത്തുന്നത്. അതുകൊണ്ടാണ് ഈ എല്ലാ തെരഞ്ഞെടുപ്പിലും UDF ഇപ്പോൾ ഇവിടെ വോട്ട് ഷെയറിൻ്റെ കാര്യം ആയുർവേജി പറഞ്ഞു, വോട്ട് ഷെയറിൻ്റെ കാര്യം പറഞ്ഞു. ഇവിടെ വോട്ട് ഷെയർ നമ്മൾ ഇപ്പോൾ പാലക്കാട് മണ്ഡലത്തിൽ 2021 ഷാഫി പറമ്പിൽ 54,000 വോട്ട്, ശ്രീധരൻ 50,000 വോട്ട്, BJP 36,440, LDF 36,443 വോട്ട്. ഇപ്പോൾ ഇന്നത്തെ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടം 54,000 വോട്ട് ഷാഫി നേടിയെടുത്ത് 58,000 നേടി. ഞങ്ങളുടെ വോട്ട് ഷെയർ വർദ്ധിച്ചു. BJPയുടെ വോട്ട് ഷെയർ 50,000-ൽ നിന്നും 39,000-ആയി കുറഞ്ഞു. LDFിൻ്റെത് ഒരു ചെറിയ ഡിഫറൻസ്, 1,000-ൽ താഴെ വോട്ട് LDFന് വർദ്ധിച്ചിട്ടുണ്ട്. ഇനി ചേലക്കരയിലേക്ക് വരാം. ചേലക്കരയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 2021 83,000-ൽ പരം വോട്ട് നേടിയ സ്ഥാനത്ത് ഇന്ന് 64,000 അവരെ വോട്ട് ഷെയർ കുത്തനെ താണു. 44,000 വോട്ട് നേടിയ UDF ഞങ്ങൾ 52,000-ആയി വോട്ട് വർദ്ധിപ്പിച്ചു. അവിടെ 24,000 വോട്ട് നേടിയ BJP അവരും വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചു. കേരളത്തിലെമ്പാടും ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ അസംബ്ലി മണ്ഡലം 2021 31,000 വോട്ടിന് UDF പുറകിൽ പോയ ആറ്റിങ്ങൽ അസംബ്ലി മണ്ഡലത്തിൽ ഇപ്പോഴത്തെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ V മുരളീധരൻ അവിടെ ലീഡ് ചെയ്തു. അവിടെ LDF 2ാം സ്ഥാനത്ത് പോയി. ഞങ്ങളും LDFും തമ്മിൽ വളരെ വോട്ടിൻ്റെ കുറച്ച് വ്യത്യാസം. അതുപോലെ ഈ പറഞ്ഞ വർക്കല, അവിടെ വോട്ട് ഷെയർ എന്ന് പറയുന്നത് BJPയിലേക്ക് പോകുന്നത് നമ്മൾ കാണേണ്ട. നമ്മൾ BJPയിലേക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വോട്ട് പോകുന്നത് പിണറായി വിജയൻ്റെ വളരെ നെറികെട്ട ഈ പറഞ്ഞതുപോലെ BJPയുമായുള്ള ഒരു അന്തർധാര,
അതവർക്ക് ആത്യന്തികമായി ഒരു രാഷ്ട്രീയ പരാജയമായി ഭവിച്ചു എന്നുള്ളതാണ്. ഇന്ന് കേരളത്തിൽ ചേലക്കര ജയിച്ചു. ചേലക്കരയുടെ ഭൂരിപക്ഷം 40,000-ൽ നിന്ന് 12,000-ആണ്. എന്നിട്ട് അത് നമ്മുടെ നേട്ടമായി ചിത്രീകരിക്കുന്നത് ഒരുപക്ഷെ ഈ രാഷ്ട്രീയ യാഥാർത്ഥ്യവുമായി അവർക്ക് പൊരുത്തപ്പെടാൻ കഴിയാത്തതുകൊണ്ടാണ്. ഏതായാലും തെരഞ്ഞെടുപ്പ് ഫലം പുറത്തേക്ക് വരുമ്പോൾ കേരളത്തിൽ സ്റ്റാറ്റസ് കോ നിലനിർത്തി. അതായത് ചേലക്കര LDF-ഉം പാലക്കാട് UDF-ഉം വയനാട് ലോക്സഭാ മണ്ഡലം UDF-ഉം നിലനിർത്തുകയുണ്ടായി. ഭൂരിപക്ഷത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള വിലയിരുത്തലുകളും ചർച്ചകളും വാദങ്ങളും പ്രതിവാദങ്ങളും വരും ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ കേരളത്തിൽ രാഷ്ട്രീയമായ നേട്ടമുണ്ടാക്കാൻ 3 മുന്നണികളും ഇനിയും മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു, കഠിനാധ്വാനം ചെയ്യേണ്ടിയിരിക്കുന്നു, ജനങ്ങളെ കൂടുതൽ വിശ്വാസത്തിലെടുക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യമെങ്കിലും ജനങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന ഒട്ടേറെ നീക്കങ്ങൾ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുമെന്നും ഉള്ള ഏറെ സൂചനകൾ നമുക്ക് മുന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണ വേളകളിലെ ഒട്ടേറെ കൂടുമാറ്റങ്ങൾ ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് ഇന്നത്തെ റിസൾട്ടിലൂടെ ഉയർന്നു വന്നിട്ടുള്ള പല അഭിപ്രായങ്ങളും നമ്മോട് പറയുന്നത്. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ തേക്കട അനിൽകുമാർ, കോൺഗ്രസ് DCC ജനറൽ സെക്രട്ടറി, ഒപ്പം തന്നെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ശ്രീ ആയൂർ ബിജു, ഇരുവർക്കും നന്ദി. വോട്ടേഴ്സ് ചോയ്സിൻ്റെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.